السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നാം ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് വേണ്ടി ഈ ഭൂമിയെ എല്ലാ അർത്ഥത്തിലും സംവിധാനിച്ചു വച്ചവനാണ് ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല. പരിശുദ്ധ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിൽ അല്ലാഹു ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്: ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. ഭൂമിയിലുള്ളതെല്ലാം നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചു വെച്ചതാണ്. അതെ, ആകാശഭൂമികളെ സൃഷ്ടിച്ചവനാണവൻ. ആകാശത്ത് നിന്ന് അവൻ നമ്മൾക്ക് വേണ്ടി മഴ വർഷിപ്പിച്ചു തരുന്നു. അതിലൂടെ സസ്യലതാദികൾ മുളച്ചുപൊന്തുകയും ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഇതെല്ലാം നമ്മളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്, നമ്മളുടെ ആഹാരത്തിന് വേണ്ടി. അള്ളാഹുവിന്റെ ആജ്ഞാനുസരണം നമ്മൾക്ക് സമുദ്രത്തിൽ സഞ്ചരിക്കുവാൻ കപ്പലുകളെ അവൻ അധീനമാക്കി തന്നു. നദികളെയും സമുദ്രങ്ങളെയും എല്ലാം നമ്മൾക്ക് വിധേയമാക്കി തരികയാണ്. നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യചന്ദ്രന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് കീഴ്പ്പെടുത്തി തന്നു. രാപ്പകലുകളെയും അല്ലാഹു നമ്മൾക്ക് കീഴൊതുക്കി തന്നിരിക്കുകയാണ്. നമ്മൾ ചോദിക്കുന്നതൊക്കെയും അവൻ നമ്മൾക്ക് തരുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളെ നമ്മൾ എണ്ണാൻ വിചാരിച്ചാലോ നമ്മൾക്കത് ഒരിക്കലും തിട്ടപ്പെടുത്തുക പോലും സാധ്യമല്ല. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹിം എന്ന അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വചനമുണ്ട്: വഅതാകും മിൻ കുല്ലി മാ സഅൽതുമു വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. നിങ്ങൾ ചോദിച്ചതെല്ലാം അവൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവന്റെ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ എത്രയെന്ന് എണ്ണി നോക്കൂ. അവ ഒരിക്കലും തിട്ടപ്പെടുത്തുക നിങ്ങൾക്ക് സാധ്യമല്ല. പക്ഷേ ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. ഇതെല്ലാം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാകട്ടെ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ രക്ഷിതാവിനോട് നന്ദി കെട്ടവരായി, മഹാ അതിക്രമികളായി ഈ ഭൂമിയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ അക്കമിട്ടുകൊണ്ട് നിരത്തുകയാണ്. എണ്ണിയാൽ ഒതുങ്ങുന്നതല്ലല്ലോ അവന്റെ അനുഗ്രഹങ്ങൾ. നമ്മൾക്ക് ഇങ്ങനെ പരിശുദ്ധമായ ഖുർആനിൽ എത്രയെത്ര വചനങ്ങൾ കാണുവാൻ സാധിക്കും. നദികൾ, സമുദ്രങ്ങൾ, രാപ്പകലുകൾ, ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രം തുടങ്ങി ആകാശഭൂമികളിലുള്ളതാകമാനം നമ്മളുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി, നമ്മളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി സംവിധാനിച്ച് നമ്മൾക്ക് വിധേയമാക്കി തന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ അർത്ഥവും വ്യാപ്തിയുമൊക്കെ നമ്മൾ നന്നായി ചിന്തിക്കണം. നമുക്കായി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു വെച്ച അനുഗ്രഹങ്ങളും സംവിധാനങ്ങളും എത്ര മഹത്തരമാണ് എന്ന തിരിച്ചറിവും ബോധവും നമ്മൾക്കുണ്ടാകണം. ഇങ്ങനെ ഈ ഭൂമിയെ എല്ലാ അർത്ഥത്തിലും ക്രമീകരിച്ചതിന് ശേഷം മനുഷ്യകുലത്തിന്റെ 1-ാമത്തെ മാതാപിതാക്കളായ ആദം ഹവ്വ ദമ്പതികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് അയക്കുകയാണ്. അല്ലാഹു അവരോട് ആ സന്ദർഭത്തിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അഥവാ മനുഷ്യകുലം ഈ ഭൂമിയിൽ താമസിക്കണം, അതിന് ആവശ്യമായ വിഭവങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് പ്രയോജനപ്പെടുത്താൻ വേണ്ട കഴിവുകളും ബുദ്ധിയും അവസ്ഥകളുമെല്ലാം മനുഷ്യർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരു നിർണിതമായ സമയം വരേക്കാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവുകയും വേണം. അതുപോലെ തന്നെ ആ ഒരു അവധി വരേക്ക് മാത്രമാണ് നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയുക എന്ന ഒരു തിരിച്ചറിവും ഉണ്ടാകണം. ഇനി ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ജീവിതം എങ്ങനെയായിരിക്കണമെന്നതിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ ആ രക്ഷിതാവ് നമ്മൾക്ക് നൽകിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് ജീവിക്കുന്നവരെ ഒരിക്കലും ഭയമോ ദുഃഖമോ ബാധിക്കുകയില്ല. അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാവുകയില്ല. ഹ്രസ്വമായ ഐഹിക ജീവിതവും ശാശ്വതമായ പരലോക ജീവിതവുമെല്ലാം അവർക്ക് സംതൃപ്തവും ആനന്ദകരവുമായിരിക്കും. അല്ലാഹുവിന്റെ മാർഗനിർദ്ദേശം അവഗണിക്കുകയോ പ്രയാസങ്ങൾ നിറഞ്ഞ ജീവിതം ആഗ്രഹിക്കുകയോ ചെയ്യുമ്പോൾ സ്വാഭാവികമായും നാം ഇവിടെ തിരിച്ചറിയണം, പടച്ച തമ്പുരാന്റെ മാർഗനിർദ്ദേശം നാം തെറ്റിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ അരിച്ചിറങ്ങി വരും. ഐഹിക ജീവിതം ശിക്ഷാപരമായ പല നിലയിലുമുള്ളതായ അവസ്ഥകളിലൂടെ നമ്മളെ പ്രയാസപ്പെടുത്തും. പരലോക ജീവിതമാകട്ടെ ഏറെ വേദനാജനകവുമായിരിക്കും.
അങ്ങനെയുള്ള ആളുകൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരിക എന്ന് രക്ഷിതാവ് നമ്മെ ഉണർത്തുകയാണ്. അതുകൊണ്ട് നാം നമ്മളുടെ രക്ഷിതാവിന്റെ നിർദ്ദേശം അംഗീകരിക്കാനും അത് ഉൾക്കൊള്ളാനും കഴിവുള്ളവരായി ജീവിക്കണം. നമ്മൾക്ക് ഏത് വേണമെങ്കിലും സ്വീകരിക്കാൻ കഴിവുള്ള അവസ്ഥയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. അഥവാ വേണമെങ്കിൽ രക്ഷിതാവിനെ നമ്മൾക്ക് തിരിച്ചറിയാം, അല്ലെങ്കിൽ നന്ദി കെട്ടവനായി ജീവിക്കാം. കാരണം ഇതൊരു പരീക്ഷണ ഘട്ടമാണ്. പരലോകമാണ് നമ്മളുടെ ജീവിതത്തിലെ സാക്ഷാൽ ജീവിതമെന്ന് പറയുന്നത്. പരീക്ഷണത്തെ എങ്ങനെ നേരിടുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നമ്മളുടെ ജീവിതത്തിന്റെ ജയ പരാജയങ്ങൾ ഉറപ്പുവരുത്തപ്പെടുക എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അള്ളാഹു ഭൂമിയിലേക്ക് ആദ്യമായി മനുഷ്യനെ നിയോഗിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്: വലക്കും ഫിൽ അർളി മുസ്തഖർ വമതാഉൻ ഇലാ ഹീൻ ഖാല ഫീഹാ തഹയൗന വഫീഹാ തമൂതൂന വമിൻഹാ തുഖറജൂൻ. ഒരു നിശ്ചിത കാലം നിങ്ങൾക്ക് ആ ഭൂമിയിൽ ജീവിക്കാം. ആ ഭൂമിയിലുള്ളതായ വാസസ്ഥലവും ജീവിത സാമഗ്രികളും എല്ലാം അല്ലാഹു തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ അവിടെ ജീവിക്കണം, അവിടെ മരിക്കുകയും വേണം. അവിടെ നിന്ന് തന്നെ നിങ്ങളെല്ലാവരും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും. അതുപോലെ തന്നെ ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദൻ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഈ സന്ദർഭത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൽ നിന്ന് അവൻ തിരഞ്ഞെടുക്കുന്ന പ്രവാചകന്മാരിലൂടെ നിങ്ങൾക്ക് നൽകുന്ന മാർഗദർശനങ്ങൾ നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ അത് പിന്തുടർന്നാൽ അങ്ങനെയുള്ള മനുഷ്യൻ ഒരിക്കലും വഴികേടിലാകില്ല, അവൻ ഭാഗ്യഹീനനാവുകയുമില്ല. മറിച്ച് അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുമ്പോൾ നമ്മൾക്കേറെ നഷ്ടങ്ങൾ ഉണ്ടായിത്തീരും. فإما يأتينكم مني هدى فمن اتبع هداي فلا يضل ولا يشقى ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. ആ ഉത്ബോധനങ്ങളെ മറന്നാൽ, ആ പടച്ചതമ്പുരാന്റെ കൽപ്പനകൾ നമ്മൾ ധിക്കരിക്കാൻ തുടങ്ങിയാൽ ജീവിതം കുടുസാകും. നമ്മളുടെ ജീവിതം കൂടുതൽ പ്രയാസപൂർണമാകും. പരലോകത്താകട്ടെ നമ്മൾക്ക് ഏറെ പ്രയാസപൂർണമായ അവസ്ഥ നേരിടേണ്ടി വരികയും ചെയ്യുമെന്ന് അല്ലാഹു തആല നമ്മളെ ഉണർത്തുകയാണ്. അഥവാ നമ്മളുടെ ജീവിതത്തിൽ നൽകപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം നമ്മളുടെ റബ്ബിനെ തിരിച്ചറിയാനാണ്. നമ്മളുടെ പരലോകത്തിന്റെ നന്മകൾ നാം ഓരോരുത്തരും നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനുമാണ്. തിരിച്ചറിഞ്ഞ് ഉണർന്ന് പ്രവർത്തിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.